ഞാനിപ്പോൾ പറയാൻ പോകുന്ന പ്രഭാഷണം എല്ലാവരും കേട്ട് പരമാവധി ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കണം. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഏറ്റവും അവസാനം അറിയും. ഹാഷഭാരതത്തിൽ പെടുന്ന നമ്മൾ എവിടെ ആയിരുന്നു, എവിടെയാണ്, എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവും. മഹാഭാരതവും രാമായണവും 18 പുരാണങ്ങളും സംഭാവന ചെയ്ത ഈ മഹാഭാരതം ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭൂഖണ്ഡമാണ്. പക്ഷേ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എവിടെയാണെന്ന് എനിക്ക് ഇവിടെ ചില സാങ്കേതിക കാരണവശാൽ പറയാൻ പറ്റില്ല. നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയും, സ്വയം അറിയും. ഇന്ന് നമ്മൾ പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ രാവിലെ എണീച്ച് എടുത്തു നോക്കിയാൽ കാണുന്നത് എന്താണ്? അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു, ബലാത്സംഗം ചെയ്തു. ഇത്തരം വാർത്തകളല്ലാതെ ഒരു ശുഭവാർത്ത നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിനൊക്കെ എന്താണ് കാരണം? നമ്മുടെ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ഉദ്ധരിപ്പിക്കണം. അതിനെ നമ്മളെല്ലാവരും ശ്രമിച്ചാലേ നടക്കുള്ളൂ. ആബാലവൃദ്ധം ജനങ്ങൾ ശ്രമിക്കണം, എന്നാൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഇതിനെ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കലിയുഗത്തിൽ നമ്മുടെ ഭാരതത്തിലും ഭാഗവതത്തിലും ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ, കലിയുഗത്തിൽ ഈ കാണുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ സപ്താഹയത്നം നടത്തണമെന്ന് പറയണം. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സപ്താഹയത്നങ്ങൾ ഇങ്ങനെ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഇതിനെ ശ്രവിക്കുന്നവരും ഇതിനെ ആസ്വദിക്കുന്നവരും വളരെ 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 കുറച്ചാണ്. ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണ സപ്താഹം ഉണ്ടെന്ന്. ഈ സപ്താഹം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത വളരെ 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 അധികം ആൾക്കാരുണ്ട്. ഇതിനെന്താണ് പ്രധാന കാരണം? അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഞാൻ പ്രത്യേകം പറയണു. ഇതിൽ പലർക്കും പലവിധമായ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ സ്വന്തം അഭിപ്രായം ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ആരംഭിക്കാം. പണ്ട് ഒരു ക്ഷേത്രത്തിൽ, ഒരു ഗ്രാമീണ ക്ഷേത്രം, അവിടെ വർഷങ്ങളായിട്ട് സപ്താഹയജ്ഞം നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു നാട്ടുപ്രമാണി, ഒരു കർഷക പ്രമാണി, ഒരു നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അഥവാ പണിക്കാരൻ, ഇവർ രണ്ടുപേരും എന്നും എല്ലാ സപ്താഹത്തിനും അറ്റൻഡ് ചെയ്യും. എപ്പോഴും പോയി രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുളിച്ച് നേരെ അവിടെ പോയി ഇരിക്കും. വൈകുന്നേരം ഉച്ചയ്ക്കുള്ള ഉച്ചഭക്ഷണം കഴിക്കും. വൈകുന്നേരം വരെ ഇരിക്കും. ചില സമയങ്ങളിൽ രാത്രിയാവുന്ന സമയത്ത് ആ കാലത്ത് ടോർച്ച് കറിച്ചൊന്നുമില്ല. അപ്പോൾ ചൂട്ട് കൊടുത്തുകൊണ്ട് രണ്ടുപേരും കൂടെ തിരിച്ചു വരും. ഇതൊരു പതിവാണ്. അങ്ങനെ ഒരു വർഷം ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം, ആദ്യത്തെ ദിവസം ഇങ്ങനെ ചൂട്ട് കൊടുത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പണിക്കാരൻ ചോദിച്ചു, മുതലാളി എനിക്കൊരു സംശയം ഞാൻ ചോദിക്കട്ടെ ചോദിച്ചു. അപ്പോൾ മുതലാളി പറഞ്ഞു, ധാരാളം ചോദിക്കേ, പക്ഷേ എല്ലാം ഇപ്പം തന്നെ ചോദിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അയാൾ പറഞ്ഞു, ശരി, എന്താണ് പറയുന്നത്? ഈ സപ്താഹം പറഞ്ഞാൽ എന്താ അർത്ഥം ചോദിച്ചു. അപ്പോൾ ഇവർ വളരെ കാലമായി ഇത് ശ്രദ്ധിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോളൂ. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. ഇനി എന്താ അടുത്ത സപ്താഹം ചോദിച്ചു. അപ്പോൾ അയാൾ പിന്നെ പറഞ്ഞു, ഈ പിന്നീടുള്ള സംശയം ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞു. ശരി, ആദ്യം സപ്താഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കട്ടെ പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹം ഒരു ക്ഷിപ്രപ്രസാദിയാണ്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണ്. എന്തു ചോദിച്ചാൽ വേഗം കൊടുക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന് കുറച്ച് ദേഷ്യമുള്ള ആളുമാണ്. അപ്പോൾ ഇവൻ എന്ത് വിചാരിച്ചു, മുതലാളി നമ്മൾ പിന്നെ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയും, അദ്ദേഹം സ്വയം പറയുമായിരിക്കും പറഞ്ഞ് രണ്ടാമത്തെ ദിവസം മിണ്ടാതിരുന്നു. 3 കഴിഞ്ഞു, 4. ദിവസം അയാൾക്ക് തോന്നി ഒരുപക്ഷെ മറന്നു കാണും, നമ്മൾ ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചു. മുതലാളി ഞാൻ പറഞ്ഞ കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടോ, ഞാൻ പറയാം. 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു. അപ്പോൾ 5ാമത്തെ ദിവസം ഇയാൾ എന്ത് വിചാരിച്ചു, ഇതിനെന്തെങ്കിലും ചടങ്ങുണ്ടായിരിക്കും, അല്ലാതെ മുതലാളി ഇങ്ങനെ പറയില്ലല്ലോ, പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഇതിനോടനുബന്ധിച്ച് ചടങ്ങുണ്ടായിരിക്കും. ആ ചടങ്ങ് കഴിഞ്ഞതും പറയുമായിരിക്കും.
എന്ന് വിചാരിച്ചു. 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7ാമത്തെ ദിവസം ഇതുപോലെ തിരിച്ചു വരുന്ന സമയത്ത് ചോദിച്ചു, മുതലാളി ഞാൻ പറഞ്ഞത് എന്തായി? അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചു, നീ എത്ര വർഷമായി എൻ്റെ കൂടെ ഇരിക്കുന്നു? അയാൾ പറഞ്ഞു, ഞാൻ ബാല്യകാലം കുട്ടിക്കാലം മുതൽക്കേ നിങ്ങളുടെ കൂടെ തന്നെ. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തിൽ പണിക്കാരായിട്ട് തുടരുകയാണ്. ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഒരു 10-50 വർഷമാവും. ഇയാൾക്ക് ഏകദേശം 50 വയസ്സിൻ്റെ അടുത്തായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചിരിച്ചു. കഷ്ടം, നന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. എന്താ മുതലാളി ഇത്? എന്നെ ഓർത്ത് ഞാൻ ചെയ്ത അപരാധമാണോ? ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. തെറ്റല്ലടോ, താൻ ചോദിച്ചത് ശരിയാണ്. പക്ഷേ ഇത്രയും കാലം എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്നെപ്പറ്റി നീ അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചുള്ള സങ്കടമാണ്. അപ്പോൾ ഇയാൾക്ക് പിന്നെയും സംശയം തോന്നി. എന്താ മുതലാളി ഇങ്ങനെ പറയണേ? എനിക്ക് സംഭവം മനസ്സിലായില്ല. പറയാം. ഇത്ര വർഷമായിട്ടും നിനക്ക് എന്നെ മനസ്സിലായില്ല പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞുതരാം. നീ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എടോ ഞാനിത് അന്ന് തന്നെ പറഞ്ഞു തരായിരുന്നില്ലേ? നീ എന്താ ചോദിച്ചാൽ സപ്താഹം പറഞ്ഞാൽ എന്താ ചോദിച്ചു? സപ്താഹം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയെങ്കിൽ ഞാൻ ഇത് അന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇനി ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൂടുതലായി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മളുടെ അവസ്ഥ. ഇതിൽ നിന്ന് നമ്മൾ മോചനമാവണമെങ്കിൽ ഈ സപ്താഹത്തിനെ പറ്റി നമ്മൾ കൂടുതലായി അറിയണം. സപ്താഹയത്നം. ഈ സപ്താഹയത്നം പറയുന്നത് വളരെയധികം ആൾക്കാർക്കും അറിയുന്നില്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയണം കേട്ടോ. ഞാൻ വളരെയധികം സപ്താഹത്തിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം പ്രത്യേകം പറയാം, ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ എനിക്കുമുണ്ട്. അതും പറയണമല്ലോ. എനിക്കും അറിയില്ല, എനിക്കറിയുന്നത് ഞാൻ പറയണമെന്നേ ഉള്ളൂ. പക്ഷേ ഇത് ക്ഷയിക്കാനുള്ള കാരണം എൻ്റെ അഭിപ്രായം എന്താ അറിയുമോ? ഒന്ന്, സംസ്കൃതത്തിലാണ് എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലോ ഇതിലൊന്നും സംസ്കൃതത്തിൻ്റെ എവിടെയെങ്കിലും സ്കൂളുകളിൽ ഉണ്ടാവുമെങ്കിലും ഒരു നിർബന്ധിത പാഠ്യമല്ല അത്. നമ്മൾ അതായത് മലയാളത്തിൽ പഠിക്കുന്നു, തമിഴ്നാട്ടിൽ തമിഴ് പഠിക്കുന്നു, മറ്റേ ഹിന്ദി പഠിക്കുന്നു, തെലുങ്കിൽ പഠിക്കുന്നു, ഇങ്ങനെ ലോക്കൽ ഭാഷ അതിലാണ് സ്കൂളിൽ കാര്യമായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. അത് വളരെ നിർബന്ധമാണേനും സംസ്കൃതത്തിൽ പ്രാധാന്യം ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് നിർബന്ധമാണ്. ഇതാണ് സ്ഥിതി. അപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചെങ്കിൽ മലയാളത്തിൽ പഠിച്ചവൻ എന്ത് ചെയ്യും? മലയാളത്തിൽ എന്തൊക്കെ അറിയുന്നുണ്ടോ അത് മാത്രമേ അവനെ അറിയുള്ളൂ. രണ്ടാമത്തത് ആചാര്യന്മാർ. നമ്മുടെ ആചാര്യന്മാർ പലപ്പോഴും സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല. സംസ്കൃത ശ്ലോകം ചൊല്ലുക മാത്രമല്ല, സംസ്കൃതത്തിലുള്ള വേർഡുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് സംസ്കൃതം വാക്കിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പിന്നെ പര്യായങ്ങൾ വളരെയധികം ഉപയോഗിക്കുന്നു. ഉദാഹരണം പറഞ്ഞുതരാം. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് കുറച്ചൊക്കെ മനസ്സിലാകും. കാർമേഘവർണ്ണൻ എന്ന് പറഞ്ഞാലോ എന്താ അറിയുക? കാർമേഘവർണ്ണൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർക്കേ അറിയുള്ളൂ. കാരണം നമ്മുടെ ജനങ്ങൾ രാവിലെ എണീച്ചാൽ കൃഷി സ്ഥലം പാടത്തും മറ്റ് ജോലികൾക്കും പോകണം, വയറ്റിപ്പഴപ്പൊന്നും പോകേണ്ട ആൾക്കാരാണ്. അവർക്ക് ഇതൊന്നും പഠിക്കാനോ കേൾക്കാനോ ഉള്ള സമയമില്ല. അപ്പോൾ അവർ കിട്ടുന്ന സമയം കൊണ്ട് ഇവിടെ അറ്റൻഡ് ചെയ്യണം. ഈ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാർമേഘവർണ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ അറിയുക? അത് അവരുടെ കുറ്റമല്ല. അപ്പോൾ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഭാഷ, ഉപയോഗിക്കുന്ന ഭാഷ അതാത് സ്ഥലങ്ങൾക്കനുസരിച്ച് ലോക്കൽ ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നാലേ അവർക്കറിയുള്ളൂ, എന്നാലേ നാളെ അവർ വരുള്ളൂ. അല്ലെങ്കിൽ മറ്റന്നാൾ വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ ഇതുപോലെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇതുതന്നെയായിരിക്കും സ്ഥിതി. ഈ സ്ഥിതി മാറണമെങ്കിൽ ആചാര്യന്മാർ കൂടെ വിചാരിക്കണം. ആചാര്യന്മാരുടെ തെറ്റല്ല ഞാൻ പറയണം. സംസ്കൃത ശ്ലോകം പറയും, അതിലുള്ള വാക്കുകൾ പറയും. അതിലുള്ള വാക്കുകൾ പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല. അപ്പോൾ അതിലുള്ള വാക്കുകൾ ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ പറയണം. കർണാടകത്തിലാണെങ്കിൽ കന്നഡത്തിലുള്ള ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. എന്നാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിന് യാതൊരു സംശയമില്ല. ഞാൻ വളരെയധികം സപ്താഹങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പലരോടും ചോദിച്ചിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്,
ഈയിടയ്ക്ക് ഞാൻ ഒരു സപ്താഹ യജ്ഞത്തിൽ കേൾക്കാനിടയായി. അപ്പം ഞാൻ അവിടെ എൻ്റെ വീട്ടിന് ഉമ്മർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ പോലെ പോകുന്ന ഒരു എനിക്കറിയാവുന്ന അവിടെ ലോകത്തിലുള്ള ആൾ അയാൾ എന്നോട് ചോദിച്ചു, സ്വാമി കുംഭാഭിഷേകം തുടങ്ങിയോ? ഞാൻ അന്താളിച്ച് നിന്നു. എന്താ കുംഭാഭിഷേകം തുടങ്ങിയോ? കുംഭാഭിഷേകം എവിടെ നടക്കുന്ന? അല്ല, അമ്പലത്തിൽ കുംഭാഭിഷേകം നടക്കുന്നുണ്ടല്ലോ. അയാൾ പറയുന്നത് സപ്താഹത്തിനാണ്. അപ്പോൾ കുംഭാഭിഷേകം എന്താണെന്ന് അറിയില്ല, സപ്താഹം എന്താണെന്ന് അറിയാം. അഞ്ജന മിന്നാൽ എന്താണ്, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ഇതാണ് സ്ഥിതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് നമ്മൾ സംസ്കൃത ഭാഷയെ നല്ലപോലെ പ്രചരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. സ്കൂളുകളിലായാലും ശരി, കോളേജുകളിലായാലും ശരി, ട്യൂഷൻ ചെയ്തായാലും ശരി, നമുക്ക് സ്വയം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതും കൂടി നന്നായിരിക്കും. രണ്ടാമത്, യജ്ഞങ്ങൾ നടക്കുന്ന സമയത്ത്, അതായത് ഇതുപോലുള്ള യജ്ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഏറ്റവും ലഘുവായ ലാംഗ്വേജിൽ സാധാരണക്കാരനെ മനസ്സിലാകത്തക്ക വിധം നമ്മൾ പറയണം. എന്നാൽ മാത്രമേ ആ കഥയുടെ അർത്ഥം മനസ്സിലാവൂ. കഥയുടെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇല്ലെങ്കിലും ഒരു 15-20 പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അയാൾക്ക് കുറച്ചെങ്കിലും ബോധവാന്മാരാകും. അല്ലെങ്കിലോ കേൾക്കും വരും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മിഷ്ടാന്നം 3 നേരം കിട്ടും, അപ്പോൾ അവിടെ പോകും. വളരെയധികം ആൾക്കാർ ഇതിലും പെട്ടിട്ടുണ്ട് കേട്ടോ. ആഹാരം ഒരാൾ പറയുണ്ടായ സപ്താഹം പറഞ്ഞാൽ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 നേരം ആഹാരം കിട്ടും. രാവിലെയും കിട്ടും, ഉച്ചയ്ക്കും കിട്ടും, വൈകുന്നേരം കിട്ടും. 3 മണിയായ ഒരു ചായ. ഇതാണ് നമ്മൾ. എവിടെയായിരുന്നു ഹർഷഭാരതത്തിൻ്റെ സ്ഥിതി? എവിടെയായിരുന്നു? എവിടെയാ പോയിക്കൊണ്ടിരിക്കുന്നു? ഇത് നിങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും കേൾക്കണം. ഇതിനെ പരമാവധി ആൾക്കാർക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞതനുസരിച്ച് പ്രത്യേകിച്ച് ഞാൻ ആചാര്യന്മാരോട് കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യണം. ഏറ്റവും ലഘുവായ ഭാഷയിൽ, സുന്ദര ഭാഷയിൽ, സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും രക്ഷപ്പെടും. അതിന് യാതൊരു സംശയമില്ല. നമസ്കാരം. എല്ലാവരും ഷെയർ ചെയ്യുക, പരമാവധി കോപ്പറേറ്റ് ചെയ്യുക.